KMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മിച്ചാൽ ഇന്ത്യക്കെതിരെ യുദ്ധം ഉറപ്പ്, മുൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ ഭീഷണിയുമായി മുൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മിച്ചാൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്നാണ് ബിലാവൽ ഭൂട്ടോയുടെ പ്രസ്താവന. ഇതിനായി പാകിസ്ഥാനിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും ബിലാവൽ ഭൂട്ടോ വ്യക്തമാക്കി. സിന്ധു നദിയിലെ ജലം ഇന്ത്യ തടയുകയാണെങ്കിൽ അത് പാകിസ്ഥാനിലെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്നും ഇത് പാകിസ്ഥാന്റെ സംസ്കാരത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. കോഴിക്കോട് സഹോദരിമാരുടെ കൊലപാതകം, പ്രതിയായ ഇളയ സഹോദരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സഹോദരൻ പ്രമോദ് മരിച്ച നിലയിൽ. തലശ്ശേരിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. തലശ്ശേരി ബീച്ചിലാണ് മൃതദേഹം കരക്കടിഞ്ഞത്. സഹോദരിമാരെ കൊലപ്പെടുത്തിയ ശേഷം പ്രമോദിനെ കാണാതായിരുന്നു. പ്രമോദിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ സഹോദരിമാർ ഒറ്റയ്ക്കാകുമെന്ന ഭയം പ്രമോദിനുണ്ടായിരുന്നു. തുടർന്നാണ് കൃത്യം നിർവഹിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സഹോദരിമാർ മരിച്ചത് ശ്വാസം മുട്ടി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴിഞ്ഞ 3 വർഷമായി പ്രമോദിനൊപ്പം വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന തടമ്പാട്ട് താഴത്തെ വീട്ടിലാണ് സഹോദരിമാരായ ശ്രീജയ, പുഷ്പലളിത എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രമോദിനായി ചേവായൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. സഹോദരിമാരിൽ ഒരാൾ മരിച്ചു എന്ന് ഇവർക്കൊപ്പം താമസിച്ചിരുന്ന പ്രമോദ് തന്നെയാണ് പുലർച്ചെ 5 മണിയോടെ ബന്ധുക്കളെ അറിയിച്ചത്. ബന്ധുക്കൾ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ 2 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നപ്പോഴാണ് കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞത്. സുരേഷ് ഗോപിയുടെ മൌനം ദുരൂഹമാണ്. തൃശൂരിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണം, വി ശിവൻകുട്ടി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണമുണ്ടായ തൃശൂരിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ആരോപണങ്ങളിൽ സുരേഷ് ഗോപിയുടെ മൌനം ദുരൂഹമാണെന്നും മാന്യതയുണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിൽ 30,000 മുതൽ 60,000 വരെ വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കാനാണ് സാധ്യത. സുരേഷ് ഗോപിക്ക് നാണമില്ലേ എന്ന് ചോദിച്ച വി ശിവൻകുട്ടി മാന്യതയുണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന് ആവർത്തിച്ചു. ഇത്രയും മറിമായം വേറെ എവിടെയും കണ്ടിട്ടില്ല. വ്യാപകമായി വ്യാജ വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി BJP വൻതോതിൽ പണം മുടക്കുന്നു. സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ നടക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലും സുരേഷ് ഗോപി മോഡൽ ഉണ്ടെന്ന് ശിവൻകുട്ടി ആരോപിച്ചു. അതേസമയം തൃശൂർ ലോക്സഭാ സീറ്റിൽ BJP ചേർത്ത അനർഹ വോട്ടുകളുടെ മൊത്തം കണക്കും തെളിവുകളും പുറത്തുവിടാനുള്ള ശ്രമത്തിലാണ് LDFും UDFും. പകുതി വിലയ്ക്ക് ഗൃഹോപകരണങ്ങൾ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്, മലപ്പുറത്ത് ഒരാൾ അറസ്റ്റിൽ. പകുതി വിലയ്ക്ക് ഗൃഹോപകരണങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ ഒരാളെ മലപ്പുറം തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയായ അക്ബറാണ് പിടിയിലായത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വിൽപ്പനശാലയിലെ ജീവനക്കാരനാണെന്ന് പരിചയപ്പെടുത്തിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അക്ബറിനെ പോലീസ് പിടികൂടിയത്. തട്ടിപ്പിനിരയായവർ എത്രയും പെട്ടെന്ന് പോലീസുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം, ഗവർണറുടെ ഉത്തരവ് റദ്ദാക്കണം, സർക്കാർ സുപ്രീം കോടതിയിൽ. താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയിൽ. ഡോക്ടർ സിസ തോമസിന്റെയും ഡോക്ടർ കെ ശിവപ്രസാദിന്റെയും നിയമനം ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. താൽക്കാലിക VC നിയമനത്തിലെ ഹൈക്കോടതി ഉത്തരവിനെതിരെ ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജി നാളെ വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ചാൻസലറായ ഗവർണറുടെ ഹർജി. ഗവർണറുടെ ഉത്തരവ് റദ്ദാക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രധാന ആവശ്യം. നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ സ്ഥിര VCമാരെ നിയമിക്കുന്നതുവരെ നിലവിലെ താൽക്കാലിക VCമാർക്ക് വീണ്ടും നിയമനം നൽകുവാനോ അല്ലെങ്കിൽ അവരെ വീണ്ടും സ്ഥാനത്ത് തുടരുവാനുള്ള പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാനും ഗവർണറോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ അതിനെ എതിർത്തുകൊണ്ടാണ് ഗവർണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനങ്ങൾ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചത്.
രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് നൈറ്റ് മാർച്ച് നടത്തി. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ക്യാമ്പയിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ആലുവ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലുവ നഗരത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആലുവ നഗരം ചുറ്റി ബൈപ്പാസിൽ അവസാനിച്ചു. രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മുൻപിൽ മോദി സർക്കാരിന് മറുപടി പോലും പറയാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ് നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നതെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അൻവർ സാദത്ത് MLA പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ആലുവ നിയോജക മണ്ഡലം പ്രസിഡന്റ് PH അസ്ലം അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അബ്ദുൽ മുത്തലിബ്, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻറ്റോ P. ആൻഡ്രു, UDF നിയോജക മണ്ഡലം ചെയർമാൻ ലത്തീഫ് പൊഴിത്തറ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PA മുജീബ്, KK ജമാൽ, എൽദോസ് പാനപ്പാടൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് മീന്ത്രക്കൽ, യൂത്ത് കെയർ കോർഡിനേറ്റർ MS സനു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജിനാസ് ജബ്ബാർ, എൽദോ പൈനാടൻ, സിറാജുദ്ദീൻ ഹക്കീം, അബിൻ ഡേവിസ്, MA സക്കീർ, കോൺഗ്രസ് ബൈക്ക് വൈസ് പ്രസിഡന്റുമാരായ മുഹമ്മദ് ഷഫീഖ് KS, MA ഹാരിസ്, നസീർ ചൂർണിക്കര, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ മീനു ഗണേഷ്, മൊഹസിന, ജോണി ക്രിസ്റ്റഫർ, അമീർ ഷാ, ഷാൻഡോ പോളി, അനൂപ് അഗസ്റ്റിൻ, സനൂപ് കുട്ടോത്ത്, ഷിബിൻ, മുഹമ്മദ് അഫ്സൽ, ജസ്മോൻ ജോസ്, സഞ്ജു, ഇജാസ് അഹമ്മദ്, ദിലീപ്, ഉബൈദ് വടക്കുപുറം, ജസ്റ്റിൻ ജോൺ, അനസ്, അഫ്സൽ, ഷാഫി, കിഷോർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫാസിൽ ഹുസൈൻ, ബാബു കൊല്ലംപറമ്പിൽ, വിനോദ് ജോസ്, ജെറാൾഡ്, മുഹമ്മദ് ഷാഫി, ഷമീർ മീന്ത്രക്കൽ, മനു മൈക്കിൾ, ഷഹനാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ലിസ്റ്റിൽ ഇടം പിടിച്ചതൊഴിവാക്കിയ വോട്ടുകൾ. തൃശൂരിലെ കള്ളവോട്ട് വെളിപ്പെടുത്തൽ ശരിവച്ച് BLO. തൃശൂർ പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ 6 കള്ളവോട്ടുകൾ തന്റെ മേൽവിലാസത്തിൽ ചേർത്തെന്ന വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ ശരിവച്ച് ബൂത്ത് ലെവൽ ഓഫീസറായിരുന്ന ആനന്ദ് C. മേനോൻ. ഒഴിവാക്കിയ വോട്ടുകളാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചതെന്ന് ആനന്ദ് C. മേനോൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചട്ടപ്രകാരമാണ് എല്ലാം ചെയ്തതെന്നും പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് തനിക്ക് അറിയില്ലെന്നും ആനന്ദ് C. മേനോൻ പറഞ്ഞു. BLOമാരുടെ അറിവോടുകൂടിയാണ് ഇവരെ ചേർത്തത് എന്നൊരു ആരോപണമായിരുന്നു LDFും UDFും അടക്കം ഉയർത്തിയത്. എന്നാൽ ഈ ആരോപണം തീർത്തും തള്ളുകയാണ് ആനന്ദ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിച്ച ആളുകളെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വോട്ട് പട്ടികയിൽ ആളെ ചേർത്തിട്ടുള്ളത്. ലിസ്റ്റിൽ ചിലർ ആബ്സെന്റ് വോട്ടുകളാണെന്ന വിവരം അറിയിച്ചിരുന്നുവെന്ന് ആനന്ദ് വ്യക്തമാക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ സാധ്യമായ എല്ലാ നടപടികൾക്കും ഇന്ത്യ തയ്യാർ. പ്രധാനമന്ത്രി. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ സാധ്യമായ എല്ലാ നടപടികൾക്കും ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ഈ ഉറപ്പ്. പ്രശ്നം എത്രയും വേഗം സമാധാനപരമായി പരിഹരിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികൾക്കും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് മോദി അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ച് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഓഗസ്റ്റ് 15-ന് അലാസ്കയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനും കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് പ്രധാനമന്ത്രി മോദിയുടെ നീക്കം. സെപ്റ്റംബർ അവസാനം പ്രധാനമന്ത്രി US സന്ദർശിച്ചേക്കും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.